പ്രൈസ് ദ ലോർഡ്. യെശയ്യാവിൻ്റെ പുസ്തകം 25-ാം അധ്യായത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ നമ്മെ രക്ഷിക്കും, അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. പ്രതികൂലങ്ങളുടെ നടുവിലും പലവിധമായ എതിർപ്പുകളുടെ നടുവിലും യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായും നിങ്ങൾ രക്ഷയിൽ ആനന്ദിക്കും. പ്രൈസ് ദി ലോർഡ്. സങ്കടത്തോടെ, നെടുവീർപ്പോടെ ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ നിശ്ചയമായും ഈ വചനത്തിലൂടെ ഒന്ന് ബലപ്പെടുത്തി ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കും. അവൻ്റെ രക്ഷയിൽ നിങ്ങൾ ആനന്ദിക്കുവാനിടയായിത്തീരും. മുകളിലോട്ട് കയറി വായിക്കുമ്പോൾ ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ നീ എളിയവന് ഒരു ദുർഗം. കൊടുങ്കാറ്റുപോലെ എന്തെല്ലാം ചീറ്റലുകളും ഭയങ്കരന്മാരുടെ എതിർപ്പുകളും താങ്കൾക്ക് നേരെ ഉണ്ടെന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ നിശ്ചയമായും നിങ്ങൾ യഹോവയുടെ രക്ഷയിൽ ആനന്ദിപ്പാനിടയായിത്തീരും. ഇനി പറയുകയാണ്, അവൻ്റെ കഷ്ടതയിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലുമായിരിക്കുന്നു. എൻ്റെ ദൈവം ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും അവൻ കരുതുന്ന ദൈവമാണ്. അവൻ്റെ തണലാണ്. ഹല്ലേലൂയ. തന്നെ കാത്തിരിക്കുന്ന എളിയവന് അവനൊരു ദുർഗമാണ്. എന്നെ കേൾക്കുന്ന ദൈവം, ഇതിലെ നിരാശപ്പെട്ടു പോകല്ലേ, പ്രതികൂലത്തിൻ്റെ നടുവിൽ തളർന്നു പോകല്ലേ. നിങ്ങൾ യഹോവയിൽ ആനന്ദിക്കാൻ പോവുകയാണ്. ആത്മാവിൽ ബലപ്പെട്ടോ. നിങ്ങൾ കാത്തിരിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശയോടെ ആയിരുന്നു. പ്രതികൂലത്തിൻ്റെ നടുവിൽ, നിന്നയുടെ നടുവിൽ പ്രത്യാശ ഭംഗിപ്പോകരുത്. ഓ ഹല്ലേലൂയ. ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ യഹോവയിൽ ബലപ്പെട്ടോ, രക്ഷയിൽ ആനന്ദിക്കാൻ തയ്യാറായിക്കോ. ദൈവപ്രവൃത്തി താങ്കൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കാൻ തയ്യാറാകുന്നു. വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ പ്രതികൂലത്തിനകത്ത് ഇറങ്ങി വന്ന്, തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി വന്ന് ഭക്തന്മാരെ വിടുവിച്ച ദൈവം, ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ആ അറിഞ്ഞ സത്യത്തിൽ ആ ഭക്തന്മാർ ഉറച്ചു നിന്നതുപോലെ നിങ്ങൾ പ്രതികൂലത്തിൻ്റെ നടുവിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾ ദൈവത്തിൽ ആനന്ദിക്കുക തന്നെ ചെയ്യും. ഒന്ന് സന്തോഷിച്ചിട്ട് നാളുകളായില്ലേ, സന്തോഷം അനുഭവിച്ചിട്ട് നാളുകളായല്ലേ, പലവിധമായ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ അടിച്ച് തകർന്നു നിൽക്കുകയാണല്ലേ. എന്നാൽ അതിൻ്റെ നടുവിലും താങ്കൾ യഹോവയെ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവൻ്റെ രക്ഷയിൽ താങ്കൾ ആനന്ദിക്കാൻ പോവുകയാണ്. നിശ്ചയമായും താങ്കൾ യഹോവയിൽ ആനന്ദിക്കാൻ പോവുകയാണ്. വിശ്വസിക്കൂ, താങ്കൾ യഹോവയിൽ ആനന്ദിക്കാൻ പോവുകയാണ്. പ്രതികൂലങ്ങൾ വഴിമാറുകയാണ്, പ്രതിസന്ധികൾ വഴിമാറുകയാണ്. അവൻ്റെ രക്ഷ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. കാൽവറിയിൽ സകല മനുഷ്യൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി യാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ രക്ഷ വെളിപ്പെടാൻ സമയമായി. വിശ്വസിക്കൂ, താങ്കളെ യേശു കർത്താവ് രക്ഷിക്കാൻ പോവുകയാണ്. താങ്കളുടെ പ്രതികൂലത്തിൽ നിന്ന് അവൻ വിടുവിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ ഇടയായിത്തീരും. ആനന്ദിക്കാൻ തയ്യാറായിക്കോ, ദൈവപ്രവർത്തിക്കാൻ തയ്യാറായിക്കോ. അവൻ നിങ്ങളെ വിടുവിക്കാൻ പോവുകയാണ്.